ബോസ് മലയാളം സീസൺ 6 നിന്നും എക്സ്ക്ലൂസീവ് ആയൊരു ന്യൂസാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ അസീർ ഓക്കി നമ്മളെല്ലാവരും സീസൺ 6 ഫിനാലെ വരെ എത്തും, അല്ലെങ്കിൽ കപ്പടിക്കാൻ വരെ യോഗ്യതയുള്ള ആളാണ്, കുറച്ച് അഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് പലതവണ ലാലേട്ടൻ തന്നെ വാണിംഗ് കൊടുത്ത ഒരു വ്യക്തിയാണ് അസീർ ഓക്കി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചൊരു വ്യക്തിയെ പുറത്താക്കി എന്നാണ് നമ്മൾ അറിയുന്ന ന്യൂസ്. സിജോ എന്ന വ്യക്തിനെ, അതായത് മറ്റൊരു പാർട്ടിസിപ്പൻ്റ് ആയ സിജോനെ തല്ലിയതിൻ്റെ പേരിലാണ് ഔട്ടായി എന്ന് അറിയപ്പെടുന്നത്. എന്തായാലും വളരെയധികം ഈ സീസണിലും ഒരാളെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്താക്കി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം അവിടെ ആകെ മര്യാദയ്ക്ക് സംസാരിക്കണത്, ശബ്ദം ഉയർത്തി സംസാരിക്കണതും, ഈ ഗബ്രി വിഷയമൊക്കെ വന്ന സമയത്ത് അവർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചതും, പ്രേക്ഷകർക്ക് വേണ്ടി എന്ന രീതിയിൽ പ്രതികരിച്ച ഒരാളായിരുന്നു അസീർ ഓക്കി. പക്ഷേ സിജോനെ തല്ലി എന്നാണ് പറയുന്നത്. ഇന്നാണ് അത് നടന്നിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിൽ കാണിക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസാണ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ന്യൂസാണ്. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഗബ്രീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അസീർ ഓക്കിനെ മുതലാക്കുന്നൊക്കെ കുറേ വിമർശനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്നാണ് ഓൾറെഡി 2 എവിക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അസീർ ഓക്കിനെയും പുറത്താക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കരമായിട്ട് ഞെട്ടിലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആളുടെ അഗ്രഷൻ ശ്രദ്ധിക്കണമെന്ന് പലതവണ പറഞ്ഞതാണ്. ആൾക്കാർ പറയുന്ന എല്ലാ സംഭവവും, അതായത് പുറത്തുനിന്ന് പ്രേക്ഷകർ എന്താണോ പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അസീർ ഓക്കി. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുറത്താക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം കുറേ ഏറെ കാര്യങ്ങൾ, വിവാദങ്ങളും കാര്യങ്ങളും ജാസ്മിൻ ഗബ്രി കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും പ്രശംസിച്ച ഒരാളാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുന്ന ഒരാളാണ് അസീർ ഓക്കി. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്താക്കിയാൽ അവിടെ ആരുമില്ല അവർക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളൊരു ഗതി വരും. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാമെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അസീർ ഓക്കി ഇങ്ങനെ പോകുന്നത്. നാദിറ മെഹ്റിൻ അടക്കം കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാരടക്കം വീഡിയോസും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അറിഞ്ഞ ഒരു 98% അറിഞ്ഞൊരു വിഷയമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇതൊരിക്കലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോബിൻ പോയല്ലോ, റോബിനൊക്കെ 70 അല്ലെങ്കിൽ 50 ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പോയത്. പക്ഷേ ഇതൊക്കെ 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല പ്ലേയേഴ്സ് ഔട്ടാകുക എന്ന് പറയുന്നത് ബിഗ് ബോസിന് അത്രയും എന്താ പറയുക റേറ്റിംഗ് കൊണ്ടുപോയ 2-3 പ്ലേയേഴ്സിൽ ഒരാളാണ് ഈ അസീർ ഓക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവർ പോയാൽ എന്താകും ബിഗ് ബോസിൻ്റെ ഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ലാത്ത രീതിയിലേക്ക് 2 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതിൽ ഒരാളായിരുന്നു അസീർ ഓക്കി. നമ്മൾ എന്ത് പറയണമെന്നറിയില്ല. കാരണം അസീർ ഓക്കി പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ തല്ലിയിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് ആരാണെങ്കിലും പറ്റത്തില്ല. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഒറിജിനൽ ആണോ ശരിക്കാണോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് തന്നെ അറിയണം. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. കാരണം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം എന്തായാലും.